ഹലോ ഹലോ അപ്പോൾ കുറേ പേർക്ക് ഡോപ്പയുടെ കുറേ വീഡിയോസ് ഒക്കെ കണ്ട് തന്നെ കുറച്ച് പരിചയമൊക്കെ ഉണ്ടായിരിക്കും. ഡോപ്പയുടെ ഫാക്വാലിറ്റി കൂടാണ്. എൻ്റെ പേര് ദേവപ്രിയ. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. ഭയങ്കര അഭിമാനത്തോടെ ഞാൻ പറയും, കാരണം ഞങ്ങളെ കോളേജ്, അതും ഇന്ത്യയിലെ ലാർജസ്റ്റ് കോളേജാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. ആ അംഗീകാരം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അവിടെ പഠിക്കുന്നു എന്നുള്ളത് ഭയങ്കര ഒരു അഭിമാനം തന്നെ. അത് പക്ഷെ ഈ അഭിമാനം ആലോചിച്ചൊന്നും അല്ല കോളേജിലേക്ക് വന്നത്. ആ ഒരു ഫാന്റസിയിലോ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് അവിടെ പഠിക്കുന്നു എന്നൊക്കെയുള്ള അറിയത്തില്ലേ, അതിലാണ് വന്നത്. നിങ്ങളെ പോലെ തന്നെ ഒരു 4.5 വർഷം, 4 ആയിട്ടുണ്ടാവില്ല, 4 വർഷത്തോളം മുമ്പ് ഞാൻ റിപ്പീറ്റ് ചെയ്തതാണ്. അപ്പോഴും ഈ അവസ്ഥയിൽ എൻ്റെ മക്കൾ ഇപ്പൊ എന്തൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ സെയിം അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിട്ടുള്ളതാണ്. അപ്പൊ എനിക്കറിയാം എന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്. ടെൻഷൻ വേണ്ട, ആദ്യം തന്നെ ടെൻഷനേ വേണ്ട. അപ്പൊ പറയും ചേച്ചിക്ക് പറയാം ഞങ്ങൾ ടെൻഷൻ അടിക്കുന്നതെന്ന്. അത് ശരിക്കും ആണടാ. ടെൻഷൻ അടിച്ചാൽ ഉള്ള സാധനവും കൂടെ നമ്മൾ മറന്നു പോകത്തുള്ളൂ. ഞാൻ ശരിക്കും എൻ്റെ ഭയങ്കര എക്സാമ്പിളാണ്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈ ടെൻഷൻ അടിക്കുന്ന കാരണം എനിക്കിങ്ങനെ കൈ വിറയ്ക്കുമായിരുന്നു. ഏത് കുത്തണം അറിയാവുന്ന ക്വസ്റ്റ്യനാ, പക്ഷെ ചെയ്യാൻ പറ്റാതായി പോവുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒരു സാർ ഉണ്ടായിരുന്നു, ശരിക്കും എനിക്കൊരു സാർ ഉണ്ടായിരുന്നു. സാർ ഭയങ്കരമായിട്ട് പറഞ്ഞു തരും, നീ ടെൻഷൻ അടിക്കണ്ട, വിട്, വരുന്നിടത്ത് വെച്ച് കാണാം. അവിടെ പിന്നെ തുടങ്ങിയത് ശരിക്കും ഇങ്ങനെ ഒരു റീസ്റ്റാർട്ട് എന്നൊക്കെ പറയുന്ന കണക്ക് പിന്നുള്ള ആലോചിച്ച് എന്താ, ടെൻഷൻ അടിച്ച് റാങ്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, വിട്ടു, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളത് ആലോചിച്ചു. അപ്പോഴും എൻ്റെ അടുത്ത് സാറ് പറഞ്ഞെന്ന്, നിനക്ക് ഒരു സീറ്റ് പോരെ, ആ സീറ്റ് കിട്ടും. ഇത്രയും സീറ്റ് നിനക്ക് ഒരു സീറ്റ് പോരെ, ആ ഒരു സീറ്റ് നിനക്ക് കിട്ടും. അത്രേ എനിക്ക് വേണ്ടിയിരുന്നുള്ളൂ, എനിക്ക് ആ ഒരു സീറ്റ് മതി, പിന്നെ അത്രേ അടിച്ചില്ല, ഒരു സീറ്റ് മതി, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ പഠിച്ചു. എന്തൊക്കെയോന്ന് വെച്ചാൽ കൃത്യമായിട്ട് എല്ലാ ടോപ്പിക്കും പഠിച്ചായിരുന്നു. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങി. ഈ അവസാന നിമിഷമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല ടെൻഷൻ കയറുന്ന ടൈമാണ്. നിങ്ങൾക്ക് ഇപ്പം നല്ല ടെൻഷനുള്ള ടൈം ആയിരിക്കും ഈ അവസാനത്തെ കുറച്ച് ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ. ഏത് പഠിക്കണം, ഇത് വായിക്കണോ, അത് വായിക്കണോ, എന്തെടുക്കണം, ഈ നല്ല ടെൻഷൻ ഉണ്ടാവും ഇല്ലേ, ഉറപ്പായിട്ടും ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ബയോളജിയിൽ നമുക്ക് 90 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻ വരുന്നത് ബയോളജിയിലാണ്. എന്താ ചെയ്യേണ്ടത്? ബയോളജി NCERT തറായിട്ട് വായിക്കുക. ഞാൻ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു തരാം. എനിക്കൊരു അഡ്മിഷൻ കിട്ടിയ ആളാണ്. ഞാനും നിങ്ങളും തമ്മിൽ ആ ജസ്റ്റ് ആ നീറ്റ് എക്സാം അല്ലെങ്കിൽ ആ 150 ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ അല്ലേ. അത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒരുപോലെ പിന്നെ നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന ആ ഒരു ബ്രിഡ്ജ് കടന്നു വന്ന ഞാൻ എന്താ ചെയ്തത് എന്നുള്ളത് പറഞ്ഞാൽ, കൃത്യമായിട്ട് NCERT ടെക്സ്റ്റ് വായിക്കുമായിരുന്നു. ഈ ലാസ്റ്റ് ടൈമിൽ, ഈ ലാസ്റ്റ് ഒരു മാസം നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ NCERT ടെക്സ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുക. എപ്പോൾ ടൈം കിട്ടുന്നു, വെറുതെ ഇരിക്കാത്ത നമ്മളിൽ ട്രോളൊക്കെ വായിക്കത്തില്ലേ, അത് കണക്ക് ചുമ്മാ NCERT ടെക്സ്റ്റ് വായിച്ചു വിടുക. ഭയങ്കര യൂസ്ഫുൾ ആ സാധനം. ആ സാധനത്തിൽ നിന്നേ ചോദിക്കൂ, NCERT ഇസ് എ ബൈബിൾ എന്നുള്ളത്. നമ്മളെ ബൈബിളും ഖുറാനും ഗീതയൊക്കെ NCERT ആണ്. NCERT നന്നായിട്ട് വായിക്കുക. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും എന്ത് വായിക്കണം അത് എടുക്കുന്നുള്ളത് ഞാൻ ചെയ്തത്, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് വിടുക. ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, അത് അറിഞ്ഞൂടെങ്കിൽ മാത്രം ആ ടോപ്പിക്ക് ഞാൻ വായിക്കും. എനിക്ക് അറിയാമെങ്കിൽ ആ ടോപ്പിക്ക് ഞാൻ പിന്നെ വായിക്കത്തില്ലായിരുന്നു. ക്വസ്റ്റ്യൻ ചെയ്തു. ഫിസിക്സും കെമിസ്ട്രിയും ഫുൾ ക്വസ്റ്റ്യൻ ചെയ്തു. ബയോളജി NCERT വായിച്ചു. ഇതാ മെയിൻലി ചെയ്തുകൊണ്ടിരുന്നത്. അവസാന ദിവസങ്ങളിലെല്ലാം ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. എക്സാം എഴുതും, ക്വസ്റ്റ്യൻ ചെയ്യും, ടെക്സ്റ്റ് വായിക്കും, NCERT. ഇത് തന്നെ നടന്നുകൊണ്ടിരുന്നത്. എനിക്ക് കിട്ടിയില്ലേ, അപ്പൊ ഉറപ്പായിട്ട് ഇത് ചെയ്യടാ. എനിക്ക് നല്ല ഉറപ്പാണ് നിങ്ങൾക്ക് കിട്ടും. എൻ്റെ മക്ക് ടെൻഷനും വേണ്ട. ഓക്കെ. പിന്നെന്താ നടന്നതെന്ന് വെച്ചാൽ, പിന്നെ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമുണ്ട്, ഫിസിക്സിന് മാർക്കില്ലെങ്കിൽ നീറ്റ് കിട്ടത്തില്ല, കെമിസ്ട്രിക്ക് മാർക്കില്ലെങ്കിൽ നീറ്റ് കിട്ടത്തില്ല, അല്ലെ ബയോളജിക്ക് മാർക്കില്ലെങ്കിൽ നീറ്റ് കിട്ടത്തില്ല. അങ്ങനൊന്നുമില്ല. എല്ലാ ക്വസ്റ്റ്യനും ഒരേ മാർക്ക് തന്നെ, 4 മാർക്ക് അല്ലേ. എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ തന്നെ. അത് ഫിസിക്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്തോ, കെമിസ്ട്രി അറ്റൻഡ് ചെയ്തോ, ബയോളജി അറ്റൻഡ് ചെയ്തോ എന്നല്ല, മാക്സിമം മാർക്ക് കൂട്ടിയിട്ട് നമുക്ക് എഴുതുക അല്ലേ. എല്ലാവരും പറയും ബയോളജി കംപ്ലീറ്റ് മാർക്ക് മേടിച്ചേ പറ്റൂന്ന്. അങ്ങനെ അല്ലടാ, ബയോളജി ഫുൾ തെറ്റായിരുന്നു ഞാൻ എഴുതിയത്. ഫുള്ളല്ല, എന്നാലും തെറ്റിന്റെ എണ്ണം ഭയങ്കര കൂടുതൽ എനിക്ക് വന്നത് ബയോളജിന്നാണ്. നേരെ മറിച്ച് ഫിസിക്സ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് സബ്ജക്റ്റാണ്. അപ്പോൾ ഫിസിക്സിൽ 2 എണ്ണം മാത്രം അങ്ങോട്ടേ തെറ്റിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി ഫുൾ കറക്റ്റ് ആയിരുന്നു ഫിസിക്സിൽ. അപ്പോൾ ആ ഫിസിക്സ് ആണ് ശരിക്കും എന്നെ MBBS എന്നുള്ള ഒരു എൻ്റെ ഡ്രീം പ്രൊഫഷനിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഫിസിക്സിലൂടെ. അപ്പൊ നിങ്ങൾ എനിക്ക് ബയോളജിക്ക് മാർക്ക് മേടിക്കണം കൂടുതലായിട്ട്, ബയോളജി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതല്ല. നിങ്ങൾ ഏതിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കംപ്ലീറ്റ് അതിനകത്ത് കൊടുക്കുക, ബാക്കി നമുക്ക് തന്നെ വന്ന് ചേരും കേട്ടോ. അപ്പൊ ഇന്ന സബ്ജക്റ്റിൽ തന്നെ മേടിക്കണമെന്നല്ല, എന്നെ കൊണ്ട് ഏതൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ കറക്റ്റ് ആക്കാൻ പറ്റുമോ എല്ലാം ശരിയാക്കിക്കോ. പിന്നെ
ബയോളജി കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ ഉള്ളത് കാരണം എൻ്റെ മക്കൾ NCERT കൂടെ ഒന്ന് വായിച്ചോ കേട്ടോ. അപ്പോൾ ഇനി 1 മാസം കൂടിയുള്ളൂ, 1 മാസം കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ട്. നന്നായിട്ട് പഠിക്കുക, ടെൻഷൻ വേണ്ട, എനിക്ക് കിട്ടും എന്ന് 100% വിശ്വസിച്ച് പോവുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അഡ്മിഷനായിട്ട് നമ്മളെ കോളേജിൽ കാണാം. അപ്പോൾ ഇങ്ങനെ ഭയങ്കര സീനിയർ ബാച്ച് ഒക്കെ ആയിട്ട് ഞങ്ങൾ നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി, ചേച്ചി ഞാൻ ടോപ്പിൽ ഉണ്ടായിരുന്നു, ചേച്ചി ഞങ്ങൾ എക്സാം എഴുതി വന്നു എന്നുള്ളത് പറയണം. പിന്നെ അഡ്മിഷൻ സമയത്ത് കാണാം. നമുക്ക് അടിപൊളിയായിട്ട് എഴുതുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.